ഹായ് ഹലോ, അർഷയാണ് അബുദാബിയിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും വിഷുദിനാശംസകൾ. രാവിലെ തന്നെ നമ്മൾ കണിയൊക്കെ കണ്ടാണ് ഉണർന്നത്. തലേദിവസം നമ്മൾ കണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ രജിഷ്ടേനെയും ശ്രീകുട്ടീനെയും വിളിച്ച് നേപ്പിച്ച് കണിയൊക്കെ കാണിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഇന്ന് പോകേണ്ട ദിവസമായിരുന്നു. ശ്രീകുട്ടിക്ക് സ്കൂളും ഉണ്ട്, രജിഷ്ടയ്ക്ക് ഓഫീസും ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ പുറത്തുള്ള എല്ലാവരുടെയും വിഷു ഏകദേശം ഇങ്ങനെ തന്നെയായിരിക്കും. ചില സ്ഥലത്തൊക്കെ അവധി ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ കൂടുതലും ആൾക്കാർക്ക് അവധി ഇല്ലാത്തൊരു ദിവസമാണ്. കുട്ടികൾക്കായാലും ക്ലാസ് ഉള്ളതും. ശ്രീകുട്ടി രാവിലെ തന്നെ പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ പോയി വരുമ്പോൾ അമ്മ ഇതേപോലെ സൂപ്പറായൊരു സദ്യ ഒരുക്കി തരാമെന്ന് പറഞ്ഞാണ് വിട്ടത്. അതുകൊണ്ട് ആ സന്തോഷത്തിൽ ശ്രീകുട്ടി സ്കൂളിൽ പോയി വന്നപ്പോഴത്തേനും ഇങ്ങനെ ഞാനൊരു കുഞ്ഞ് സദ്യ റെഡിയാക്കി. ഉണ്ണാനായിട്ട് ഞാനും ശ്രീകുട്ടിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. രേഷിട്ടയും വരും എന്ന് നമ്മൾ ഉച്ചവരെ പ്രതീക്ഷിച്ചു, പക്ഷേ വരില്ല എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ വിളിച്ചു പറഞ്ഞു. ശ്രീകുട്ടിയുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള ചില നിമിഷങ്ങളിലാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെ ഇലയിൽ സദ്യ കഴിക്കുക, എല്ലാ കറികളും വെച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് സാമ്പാറും പപ്പടവും ചിപ്സും മാത്രമാണ് ശ്രീകുട്ടി കഴിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വെച്ചിട്ടായിരുന്ന സമയത്ത് ശ്രീകുട്ടി എല്ലാ കറികളും ഒന്ന് ടേസ്റ്റ് ചെയ്യാനെങ്കിലും ഒന്ന് ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ തനിയായപ്പോൾ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കില്ല. ആ പഴയത് കഴിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാണോ ആ ഇഷ്ടമുള്ള കറികൾ മാത്രം സെലക്ട് ചെയ്യും. എല്ലാവരുടെയും വിഷു എങ്ങനെയുണ്ടായിരുന്നു? ഒരു നോർമൽ ദിവസമായി കടന്നുപോയ ഒരുപാട് പേരുണ്ടാവും ഈ വിഷു ആഘോഷിക്കാൻ പറ്റാതെ. ചിലരൊക്കെ നോർമൽ ദിവസമാണെങ്കിലും ഹോട്ടലുകളിൽ സദ്യ ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് ആ സദ്യ മാത്രം കഴിച്ച് വീണ്ടും ജോലിയിലേക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന വർക്കിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ളവരുണ്ടാവും. എന്നാലും നല്ലൊരു വിഷു ആയിരുന്നു നമുക്ക്. എവിടെയായാലും ഈ വിഷു നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഫാമിലിയുടെ ഹാപ്പി വിഷു. താങ്ക് യു.